ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പോലീസ് സ്റ്റേഷനിലെ സമവായം. വീണ്ടും ചില സഭാവിശേഷങ്ങൾ. പ്രസാദഗിരി പള്ളിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിൽ കഥകൾ പ്രചരിച്ചിരുന്നു. ഞാൻ തന്നെയും അതിൻ്റെ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. സത്യാവസ്ഥ, വ്യാജ പ്രചാരണങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ. അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. ആ ചോദ്യങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിക്കാം. ഒന്ന്, ഫാദർ ജെറിനെ എന്തിനാണ് വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ഇപ്പോഴല്ല, മുൻപ്. സ്റ്റാറ്റസ്കോ നിലനിർത്താൻ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്റ്റാറ്റസ്കോ? ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഫാദർ ജെറിൻ തയ്യാറായിരുന്നുവെന്ന് പറയുന്നത് സത്യമോ? ഫാദർ ജെറിനെ ആരെങ്കിലും ആക്രമിച്ചോ? ആരെങ്കിലും പെപ്പർ സ്പ്രേ ഉപയോഗിച്ചോ? CCTV എവിടെയാണ്? ഈ അൾത്താരയിൽ തോട്ടുപുറമച്ചനെ ആക്രമിക്കുന്ന ആ വീഡിയോ എന്തിനാണ് വിമതര് പ്രചരിപ്പിച്ചത്? നിരപരാധികളായ ഇടവകക്കാർക്കെതിരെ ഫാദർ ജെറിൻ്റെ നേതൃത്വത്തിൽ വധശ്രമത്തിന് കേസ് കൊടുത്തത് എന്തിനാണ്? സ്റ്റാറ്റസ്കോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എന്താണ് ഫാദർ ജെറിനും വിമത വൈദികരും ചെയ്തുകൊണ്ടേയിരിക്കുന്ന തെറ്റുകൾ? എത്ര നാൾ വിമതര് പിശാചിനെ സേവിച്ചു കൊണ്ടിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, പ്രസാദഗിരി പള്ളിയിൽ സംഭവിച്ച സംഘർഷവുമായി ബന്ധപ്പെട്ട് പല കഥകളും വ്യാജ പ്രചാരണങ്ങളും വിമതരുടെ ഏകൻ ന്യൂസ് തുടങ്ങിയ മറ്റ് പല ന്യൂസുകളും പ്രക്ഷേപണം ചെയ്തിരുന്നു. സത്യാവസ്ഥ എന്തെന്ന് സഭാവിശ്വാസികളായ പലരും വ്യക്തമാക്കിയിരുന്നു. ഞാനും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. എങ്കിലും കുറച്ച് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. ഫാദർ ജെറിനെ എന്തിനാണ് വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? മുൻപ് ജനുവരിയിൽ പ്രസാദഗിരി പള്ളിയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും സഭയുടെ കുർബാന, സഭ കൽപ്പിച്ച് നൽകിയ കുർബാന, നമ്മൾ ഏകീകൃത കുർബാന എന്ന് വിളിക്കുന്ന കുർബാന ചൊല്ലണമെന്ന് ഫാദർ ജെറിനെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ഏകീകൃത കുർബാന, അപ്പോൾ ഈ ജനങ്ങളുടെ ആവശ്യം ബോസ്കോ പിതാവിനെ അറിയിച്ചിരുന്നു. അപ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ബോസ്കോ പിതാവ് ജെറിനച്ചന് 2 പ്രാവശ്യം നിർദ്ദേശം നൽകി, കത്ത് മുഖേന നിർദ്ദേശം നൽകി. പക്ഷെ ബോസ്കോ പിതാവിനെ അനുസരിക്കാൻ ജെറിനച്ചൻ തയ്യാറായില്ല. അങ്ങനെ പരസ്യമായി ധിക്കരിച്ചതുകൊണ്ട്, മെത്രാനച്ചനെ ബോസ്കോ പിതാവിനെ ധിക്കരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പകരം പ്രീസ്റ്റ് ഇൻ ചാർജ് ആയി ഫാദർ ജോൺ തോട്ടുപുറത്തെ നിയമിച്ചു. ഇതാണ് ഒരു സംഗതി. സ്റ്റാറ്റസ്കോ നിലനിർത്താനായിട്ട് കോടതി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടാകുകയാണ്. എന്താണത്? പ്രസാദഗിരി പള്ളിയിൽ വികാരിയായിരുന്ന ഫാദർ ജെറിനെ മാറ്റി പകരം പ്രീസ്റ്റ് ഇൻ ചാർജായി ഫാദർ ജോൺ തോട്ടുപുറത്ത് നിയമിച്ചത് 2025 ജനുവരി 4-ാം തീയതിയാണ്. ജനുവരി 4-ാം തീയതി. 6-ാം തീയതി ചാർജ് ഏറ്റെടുക്കണമെന്നാണ് തോട്ടുപുറം അച്ഛനുള്ള കൽപ്പനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പള്ളിയിലെ തിരുനാൾ വരെ തുടരാൻ തന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫാദർ ജെറിൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിൽ കത്ത് നൽകി. അപ്പോൾ കൂരിയ ഇങ്ങനെ നിർദ്ദേശിച്ചു: ഫാദർ ജോൺ തോട്ടുപുറത്തോട് സംസാരിച്ച് അനുമതി വാങ്ങിക്കൊള്ളൂ. പുതിയ പ്രീസ്റ്റ് ഇൻ ചാർജായി നിയമിതനായിരിക്കുന്ന ഫാദർ ജോൺ തോട്ടുപുറത്തോട് സംസാരിച്ച് അനുമതി വാങ്ങിക്കൊള്ളൂ. ജെറിനച്ചൻ്റെ താല്പര്യമല്ലേ എന്ന് കരുതി ഫാദർ ജോൺ തോട്ടുപുറം തിരുനാൾ കഴിഞ്ഞ് പ്രീസ്റ്റ് ഇൻ ചാർജ് ചുമതല ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അച്ഛൻ്റെ ജെറിനച്ചൻ്റെ താല്പര്യമാണല്ലോ വികാരിയായിരുന്ന ആളുടെ. എന്നാൽ ജെറിനച്ചൻ്റെ മനസ്സിലെ വേറൊരു ദുഷ്ടബുദ്ധിയായിരുന്നു. ജെറിൻ ഒരു നെറിവില്ലായ്മ കാണിച്ചു. വിമതരുടെ താല്പര്യങ്ങളാണ് ജെറിനച്ചൻ്റെ മനസ്സിൽ. അപ്പോൾ ആ താല്പര്യങ്ങൾക്ക്
തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി കോടതിയെ സമീപിച്ച് തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവ് വാങ്ങി. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് തിരുനാൾ വരെ തുടരാൻ താല്പര്യമുണ്ട്, വികാരി തുടരാൻ താല്പര്യമുണ്ടെന്ന് ജരണച്ചൻ പറഞ്ഞത്. അല്ലാതെ തിരുനാൾ നടത്താനോ ഇടവക്കാരുടെ താല്പര്യം കൊണ്ടൊന്നും അല്ല. ഇങ്ങനൊരു സ്റ്റാറ്റസ് കോ ഉത്തരവ് കോടതിയിൽ സമ്പാദിക്കാം എന്ന വിമതരുടെ ഉപദേശം, ജനനും വിമതരാണ്, ആ ഉപദേശത്തിൻ്റെ പുറത്താണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സഭയുടെ കാനൻ നിയമം അനുസരിച്ചാണ് ജരണച്ചനെ മുൻപ് നിയമിച്ചതും ഇപ്പോൾ മാറ്റിയതും തോട്ടുപുറം അച്ഛനെ നിയമിച്ചതും. ഇത്തരം കേസുകളിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. കാനൻ നിയമം അനുസരിച്ച് വൈദിക പട്ടം സ്വീകരിച്ച ഒരു വൈദികൻ മാർപ്പാപ്പിയെയും തിരുസഭയെയും കാനൻ നിയമത്തെയുമാണ് അനുസരിക്കേണ്ടത്, അല്ലാതെ സിവിൽ കോടതിയെ സമീപിക്കുകയല്ല വേണ്ടത്. ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ കഥകൾ കേൾക്കുന്ന നിങ്ങൾ തീരുമാനിക്കുക, വൈദിക പട്ടം സ്വീകരിച്ച ഒരു വൈദികൻ മാർപ്പാപ്പിയെയും സഭാ നേതൃത്വത്തെയും എന്ന് വെച്ചാൽ മെത്രാൻസിനഡിനെ അനുസരിക്കേണ്ടതിന് പകരം ഇങ്ങനെ സിവിൽ കോടതിയിൽ പോയി സ്റ്റാറ്റസ് കോ വാങ്ങിക്കലും പരിപാടിയും അത് ഉചിതമാണോ? സ്ഥലം മാറ്റം കൊടുത്താൽ സ്ഥലം മാറാതെ പോകുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ആലോചിക്കൂ. ഇനി ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഫാദർ ജെറിൻ തയ്യാറായിരുന്നോ? അങ്ങനെ ഒരു പ്രചാരണം അവർ നടത്തുന്നുണ്ട്. തയ്യാറായിരുന്നോ? ഫാദർ ജെറിനെ മാറ്റി ഫാദർ ജോൺ തോട്ടപ്പുറത്ത് നിയമിച്ചതിന് പിന്നാലെ ഒരു തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു സമവായ ചർച്ച നടന്നിരുന്നു. തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കുർബാന വിഷയത്തിൽ ഇടവക്കാർ കൊടുത്ത കേസ് പിൻവലിച്ചാൽ താൻ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ഫാദർ ജെറിൻ നിലപാടെടുത്തു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. അതായത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇടവക്കാർ ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞിട്ട്. ആ കേസ് പിൻവലിച്ചാൽ താൻ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന്. അത് പ്രസാദഗിരിയിലെ പള്ളിയിലെ സത്യവിശ്വാസികൾ അംഗീകരിച്ചു. ഓക്കെ, ഞങ്ങൾ കേസ് പിൻവലിക്കാം. എന്നാൽ ജെറിനച്ചൻ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ, ഒരു രേഖാമൂലമുള്ള കരാർ വേണമെന്ന് ഇടവക്കാർ വ്യവസ്ഥ വെച്ചു. അതിന് കാരണം തരത്തിന് തരം വാക്ക് മാറുന്ന ഒരാളാണ് ജെറിനച്ചൻ. അപ്പോൾ ആ ജെറിനച്ചൻ്റെ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇടവക്കാർ ഒരു നിലപാടെടുത്തു. രേഖാമൂലം എഴുതി തരണം, അതായത് കേസ് ഞങ്ങൾ പിൻവലിക്കാമെന്ന് ഞങ്ങൾ രേഖാമൂലം എഴുതി തരാം, ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ജെറിനച്ചൻ എഴുതി തരണം. അങ്ങനെ ഒരു നോട്ടറിയെ കണ്ട് ഒരു കരാറുണ്ടാക്കി. പക്ഷെ കരാറുണ്ടാക്കി ചെന്നപ്പോൾ ഫാദർ ജെറിൻ അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. നിങ്ങൾ ആദ്യം കേസ് പിൻവലിക്കണം എന്നായി ഫാദർ ജെറിൻ. നിങ്ങൾ കേസ് പിൻവലിക്കുക, അല്ലാതെ ഞാൻ ഈ കരാറിൽ ഒപ്പിടില്ല. പതിവായി വാക്കുകൾ മാറ്റി പറയുന്ന സ്വഭാവമുള്ളവനാണ് ഫാദർ ജെറിൻ എന്നതിനാൽ വിശ്വാസികൾ അതിന് തയ്യാറായില്ല. ഫാദർ ജെറിൻ ഈ നോട്ടറി തയ്യാറാക്കിയ കരാറിൽ ഒപ്പിടാൻ തയ്യാറായിരുന്നെങ്കിൽ വിശ്വാസികൾ കേസ് പിൻവലിച്ചാനേ. പക്ഷെ ഫാദർ ജെറിൻ ഏകീകൃത കുർബാന ചൊല്ലാനോ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടാക്കിയ സമവായ ചർച്ചയുടെ ആ ധാരണപ്രകാരമുള്ള നോട്ടറി തയ്യാറാക്കിയ രേഖയിൽ ഒപ്പിടാനോ സമ്മതിച്ചില്ല. അപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എങ്ങനെയും കേസ് പിൻവലിപ്പിക്കുക, എന്നിട്ട് തൻ്റെ തോന്നിയാസം പോലെ ചെയ്യുക. ഇതായിരുന്നു മനസ്സിലിരിപ്പ് ജെറിനച്ചൻ്റെ. ഇനി ഏറ്റവും വലിയ ദുരാരോപണം എന്ന് പറയുന്നത് ഫാദർ ജെറിനെ ആക്രമിച്ചു, ഇടവകക്കാർ ജെറിനെ ആക്രമിച്ചു, പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റഡായി. ഇതിൻ്റെയൊക്കെ CCTV എവിടെയാണ്? ഈ ഫാദർ ജോൺ തോട്ടുപുറം അച്ഛൻ സഭയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഫാദർ ജെറിനെ ആക്രമിച്ചോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ ആക്രമിച്ചുവെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നമ്മളെല്ലാം വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ളത് തന്നെയാണ്. വ്യാജങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത കഥയാണത്. മറിച്ചാണ് ഉണ്ടായത്. ഫാദർ ജെറിൻ ഏർപ്പാടാക്കിയ വാടക ഗുണ്ടകൾ ജനലിൽ കൂടി പള്ളിക്കുള്ളിലേക്ക് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു. അല്ലാതെ പള്ളിയിലുള്ള ഇടവകക്കാർ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയല്ല ചെയ്തത്. ജെറിൻ ഏർപ്പാടാക്കിയ വാടക ഗുണ്ടകൾ ഈ ജനലിൽ കൂടെ പുറത്തു നിന്നും അകത്തേക്ക് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു. കൊച്ചു കുട്ടികളടക്കമുള്ളവർക്ക് അത് ചോദിച്ചിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെടുകയൊക്കെ ഉണ്ടായി. ഇതെല്ലാം CCTVയിലുണ്ട്. പക്ഷെ ആ CCTV മാറ്റി. ആരാണ് മാറ്റിയത്? കൈക്കാരൻ CCTVയുടെ ഹാർഡ് ഡിസ്ക് മാറ്റിയെന്നാണ് കള്ളക്കഥ. അതാണ് ഫാദർ ജെറിൻ, വിമത വൈദികനായ ഫാദർ ജെറിൻ പ്രചരിപ്പിക്കുന്നത്. ഈ ഫാദർ ജെറിൻ്റെ കൈവശം മാത്രമാണ് പള്ളിമേടയിൽ താക്കോലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ കൈക്കാരൻ പള്ളിമേടയിൽ കയറി CCTV മാറ്റുന്നത്? പള്ളിമേടയിൽ താക്കോല് കൈവശമുള്ള ഏക വ്യക്തി ഫാദർ ജെറിനാണ്.
അപ്പോൾ കൈക്കാരൻ അവിടെ കയറി CCTV മാറ്റിയെന്ന് ജനറച്ച എങ്ങനെയാണ് എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ പറ്റുന്നത്? ഈ കള്ളക്കഥ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? പള്ളിയിൽ പ്രശ്നമുണ്ടായ ശേഷം ഒരാൾ പോലും പള്ളിയിൽ പോയിട്ടില്ലല്ലോ. എന്നാൽ പിറ്റേന്ന് ഞായറാഴ്ച വിമതർ പ്രതിഷേധത്തിന് പള്ളിയിലെത്തും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഫാദർ ജെറിൻ ആസൂത്രണം ചെയ്ത നാടകമാണ്. അവരല്ലാതെ ജെറിനും ജെറിൻ്റെ ഗുണ്ടകളും അല്ലാതെ മറ്റാരും പള്ളിമേട്ടിൽ കയറിയിട്ടുമില്ല, CCTV മാറ്റിയിട്ടുമില്ല. അവരാണ് CCTV അടിച്ചു മാറ്റിയത്. കാരണം CCTVയിലെ രേഖകളൊക്കെ അവർക്ക് എതിരാണ്. ഈ പെപ്പർ സ്പ്രേ ചെയ്യുന്നതും സകല ആക്രമണം നടത്തുമൊക്കെ CCTVയിലുണ്ട്, അതിൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ട്. അതുകൊണ്ടാണ് അവരിത് മാറ്റിയത്. ഇനി നമ്മെ അമ്പരപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്താണ്? ഈ അൾത്താരയിലെ ആക്രമണം വിമതർ പ്രചരിപ്പിച്ചത് എന്തിന്? ഈ പ്രസാദഗിരി പള്ളിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രാവിലെ 10 മണിക്കാണ്. അതിലെല്ലാ ദൃശ്യങ്ങളും സത്യവിശ്വാസികളുടെ കയ്യിലുണ്ട്. അപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. എന്നാൽ പള്ളിയിലെ പ്രശ്നങ്ങൾ നാട്ടുകാരെയും പുറം ലോകത്തെയും അറിയിക്കേണ്ടെന്ന് കരുതി അതിലൊന്നും തന്നെ പ്രക്ഷോഭണം ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിച്ചു. ഈ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അസാധാരണ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. പക്ഷെ അതൊന്നും ആരും മോശക്കാരനാക്കണ്ട, പള്ളിയിലെ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കേണ്ട, നാട്ടുകാരൊക്കെ അറിയിക്കേണ്ട കാര്യമില്ല, അന്യ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചു. ആരും മോശക്കാരാക്കാൻ സത്യവിശ്വാസികൾ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പ്രസാദഗിരി പള്ളി വികാരിക്കെതിരെ കൊലപാതക ശ്രമം എന്ന പേരിൽ വിമതരുടെ ഏകം ന്യൂസ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. പ്രസാദഗിരി പള്ളി വികാരി ഫാദർ ജെറിനെതിരെ കൊലപാതക ശ്രമം, അങ്ങനെയായിരുന്നു. നിങ്ങൾ കണ്ടു കാണും ആ വാർത്ത. ഇത് വിമതരുടെ ഏകം ന്യൂസ് പ്രചരിപ്പിച്ചു. ഈ വിമതരുടെ കൂടെ നിൽക്കുന്ന ഏതാനും ചില ന്യൂസ് ചാനലുകളുണ്ട്, അവരും അത് പ്രചരിപ്പിച്ചു. അപ്പോൾ സത്യാവസ്ഥ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമായി തീർന്നു. അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് 2:20, അതായത് ഏകൻ ന്യൂസിൽ ഇതെല്ലാം വന്ന് ഈ വ്യാജ കഥകൾ വന്നതിന് പിന്നാലെ സത്യാവസ്ഥ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് സത്യവിശ്വാസികൾ ചെയ്തത്. അതും ഉച്ച കഴിഞ്ഞ് 2:20 പള്ളിയിൽ നടന്ന സംഭവങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഇനിയിപ്പോൾ ചോദ്യം, സ്റ്റാറ്റസ് കോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പ്രസാദഗിരി പള്ളിയിൽ സ്റ്റാറ്റസ് കോ മറികടന്ന് ഫാദർ ജോൺ തോട്ടുപുറം കുർബാന അർപ്പിച്ചോ? അങ്ങനെ കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ, സ്റ്റാറ്റസ് കോ മറികടന്ന് കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ ഫാദർ ജെറിൻ്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് എന്നൊക്കെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാറ്റസ് കോ ലംഘിച്ച് ഫാദർ ജോൺ തോട്ടുപുറം കുർബാന അർപ്പിച്ചതാണോ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ കാരണം? അതായത് സഭാവിശ്വാസികൾ തെറ്റ് ചെയ്തതുകൊണ്ടാണോ ഫാദർ ജെറിൻ ഗുണ്ടകളെ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കിയത്? അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. സഭാവിശ്വാസികൾ, സത്യസഭയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഫാദർ ജെറിൻ ഗുണ്ടകളെ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കിയത്. അങ്ങനെ ഒരു പ്രചാരണമുണ്ട്. ആ പ്രചാരണത്തിൽ കഴമ്പുണ്ടോ? ഈ പ്രചാരണത്തിൽ കഴമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന അതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കേണ്ട ചോദ്യം കൂടിയുണ്ട്. ഈ പുതിയ വികാരി ആൻ്റണീച്ചൻ ചാർജ് എടുത്തപ്പോൾ വിമതർ ഒരു ഭീഷണി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. സഭയുടെ കുർബാന ചൊല്ലിയാൽ സ്റ്റാറ്റസ് കോയുടെ കോടതി ഉത്തരവിൻ്റെ ലംഘനമാകും, സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന കോടതി ഉത്തരവിൻ്റെ ലംഘനമാകും, അച്ഛൻ സൂക്ഷിച്ച് വേണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സ്റ്റാറ്റസ് കോ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് നമുക്കതിൻ്റെ എന്താണ് സംഭവിച്ചതെന്നും കൂടി നോക്കാം. ഈ ഫാദർ ജെറിനെ മാറ്റരുത് എന്നാവശ്യപ്പെട്ട് വിമതർ കോടതി നൽകിയ കേസിൽ വിധി വരുന്നത് വരെ സ്റ്റാറ്റസ് കോ നിലനിൽക്കും എന്നാണ് കോടതിയുടെ ഉത്തരവ്. ഫാദർ ജെറിനെ മാറ്റരുത് എന്നാവശ്യപ്പെട്ട് വിമതർ കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസിൽ അന്തിമ വിധി വരുന്നത് വരെ സ്റ്റാറ്റസ് കോ നിലനിൽക്കും എന്നാണ് കോടതിയുടെ ഉത്തരവ്. എന്താണ് സ്റ്റാറ്റസ് കോ? ഈ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥിതി, തൽസ്ഥിതി തുടരുക. എന്താണ് തൽസ്ഥിതി? 2 കാര്യങ്ങൾ ഓർക്കാം. ഒന്ന്, ഫാദർ ജെറിനെ മാറ്റി ഫാദർ ജോൺ തോട്ടുപുറത്തെ പ്രീഷൻ ചാർജായി നിയമിച്ചിരുന്നു. പിന്നെ തിരുനാൾ വരെ ജെറിനച്ചനെ തുടരാൻ അനുവദിച്ചത് ഫാദർ ജോൺ തോട്ടുപുറമാണ്. അപ്പോൾ ആരാണ് അവിടുത്തെ നിലവിലെ വികാരിയായിരുന്നത്? ഫാദർ ജോൺ തോട്ടുപുറമാണ്. ഫാദർ ജോൺ തോട്ടുപുറത്തിൻ്റെ അനുവാദത്തോടു കൂടി തിരുനാൾ വരെ അവിടെ തുടരാനാണ് ജെറിനച്ചന് അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റസ് കോ? കാര്യം മനസ്സിലായോ? ഫാദർ ജെറിൻ അവിടെ വികാരിയായിട്ടല്ല സ്റ്റാറ്റസ് കോ. ഫാദർ ജോൺ തോട്ടുപുറം പ്രീഷൻ ചാർജായി നിൽക്കുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റസ് കോ. ഫാദർ ജെറിൻ അവിടെ തുടരാൻ അനുവദിച്ചത് ഫാദർ ജോൺ തോട്ടുപുറമാണ്. ഇതാണ് തൽസ്ഥിതി. ഈ കോടതി ഉത്തരവ് വരുമ്പോഴത്തെ തൽസ്ഥിതി എന്ന് പറയുന്നത് അതാണ്. 1. 2, കോടതിയുടെ വിധി ഇല്ലേ, അന്തിമ വിധി ഇതുവരെയും വന്നിട്ടില്ല. അതായത് സാങ്കേതികമായി സ്റ്റാറ്റസ് കോ ഇപ്പോഴും നിലനിൽക്കുമെന്നാണ്. അല്ല, ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നിട്ടും പുതിയ വികാരി ചാർജ് എടുത്തു. പള്ളിയിൽ ഇല്ലേ, സഭാ നേതൃത്വം പറഞ്ഞ അനുസരിച്ചുള്ള ഒരു കുർബാന, സഭയുടെ കുർബാനയും ഒരു കുർബാന ഏകീകൃത കുർബാനയും അവിടെ നടക്കുന്നു. എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? ഫാദർ ജെറിൻ മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന സംഗതി.
ഈ ഫാദർ ജെറിനാണോടെ വികാരി, തൽസ്ഥിതി തുടരണം എന്നാണ് കൽപ്പനയും ഉത്തരവെങ്കിൽ ഫാദർ ജെറിൻ എങ്ങനെ മാറിപ്പോകുന്നത്? അപ്പോൾ ഫാദർ ജെറിൻ അല്ല ഈ സ്റ്റാറ്റസ് കോയിൽ അവിടെ ഉണ്ടാകുന്ന തൽസ്ഥിതി തുടരാമെന്ന് പറഞ്ഞാൽ ഫാദർ ജോൺ തോട്ടുപുറമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പകരം വന്ന വികാരി അച്ഛനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് കോയുടെ പേരും പറഞ്ഞിട്ടാണ്, അതായത് സ്റ്റാറ്റസ് കോ ലംഘിച്ചതിൻ്റെ പേരിലാണ്, സ്റ്റാറ്റസ് കോ ലംഘിച്ച് തോട്ടുപുറച്ചും കുർബാന അർപ്പിച്ചത് കൊണ്ടാണ് ജെറിൻ ഗുണ്ടകളെ കൊണ്ടുവന്ന് ആക്രമിച്ചതെന്ന് പറയുന്നതിനകത്ത് യാതൊരു ന്യായവും ഇല്ല. ഇനി സ്റ്റാറ്റസ് കോ ലംഘിച്ച് തോട്ടുപുറച്ചും കുർബാന അർപ്പിച്ചു എന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കുക. ആ കുർബാന കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ലേ? ഈ ഗുണ്ടകളെ കൊണ്ടുവന്ന് അച്ഛനെ ആക്രമിച്ച് ഈ തോട്ടുപുറച്ചനെ കഴുത്തിൽ പിടിച്ച് തള്ളി ആൾക്കാരെയും കൊണ്ടുപോകേണ്ട എന്ത് അടിയന്തര ആവശ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അതിന് ഗുണ്ടകളെയാണ് കൊണ്ടുവരിക? കുറച്ച് പണവും പോലീസിൽ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസം ചെയ്യാമെന്നാണോ കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും? ഇനി നമ്മെ സങ്കടപ്പെടുത്തുന്ന വലിയൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞാലാണ് നമുക്കത് ശരിക്കും സങ്കടം വരും. നിരപരാധികൾക്കെതിരെ വധശ്രമത്തിന് കേസ്. ഈ ജെറിനച്ചനും വിമതരും ചെയ്തത് എന്താണെന്ന് അറിയാമോ? പാരിഷ് കൗൺസിലിലുള്ള 3 പേർക്കെതിരെ കേസ്. അച്ഛനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഏകന്യൂസിൽ അങ്ങനെയാണ് ജെറിനച്ചൻ്റെ കൊലപാതക ശ്രമത്ത്, വികാരിക്കെതിരെ കൊലപാതക ശ്രമം. നമ്മൾ എന്ത് പറയും? എല്ലാ തെളിവുകളും അവർക്കെതിരാണ്. എന്നിട്ടും കള്ളക്കേസ്, അതിങ്ങനെ വളരെ ശക്തമായിട്ട് കേസ് കൊടുക്കാൻ, അത്തരം കേസുകൾ കൊടുക്കാൻ നമ്മുടെ നാട്ടിലാണോ പ്രശ്നം, ഒരു പ്രയാസം? അങ്ങനെ പാരിഷ് കൗൺസിലിലെ 3 പേർക്കെതിരെ വധശ്രമം. ജെറിനച്ചനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, വധശ്രമം നടത്തി എന്ന് കേസ്. പിന്നെ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരാൾക്കെതിരെ, സഭയോടൊപ്പം നിൽക്കുന്ന ഒരാൾക്കെതിരെയും കേസുണ്ട്. പാരിഷ് കൗൺസിലിൽ 3 പേർക്കെതിരെ. പിന്നെ ഇതിലൊന്നും ഇല്ലാത്തൊരാളെ എന്തിനാണ് ഉൾപ്പെടുത്തിയത്? ആ കഥ ആ കഥ നമ്മൾ കേൾക്കണം. ഈ ജെറിനച്ചനെ, ഈ തോട്ടുപുറച്ചനെ കുർബാന പൂർത്തിയാക്കാൻ അനുവദിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റസ് കോ ലംഘിച്ചിട്ടാണ് തോട്ടുപുറച്ചൻ കുർബാന അർപ്പിച്ചിരുന്നതെങ്കിൽ പോലും ആ കുർബാനയപ്പണം കഴിയുന്നതുവരെ കാത്തു നിൽക്കാതെ അച്ഛനെ പിടിച്ചിറക്കാൻ ജെറിനച്ചൻ നേതൃത്വം കൊടുക്കുന്നത് കണ്ട് ചങ്ക് പൊട്ടിയ ഒരാൾ ജെറിനച്ചനോട് പറഞ്ഞു, ഇന്ന് അവസാനമായി ഞാൻ അച്ഛനെന്ന് വിളിക്കുകയാണ്. ഇനി മുതൽ തന്നെ ജെറിൻ എന്നേ വിളിക്കൂ. താൻ അച്ഛനല്ല, നല്ലവനുമല്ല. താനിൽ അല്പമെങ്കിലും നന്മയുണ്ടായിരുന്നെങ്കിൽ, താൻ നല്ലവനായിരുന്നെങ്കിൽ ആ കുർബാന കഴിയട്ടെ, അല്ലെങ്കിൽ ആ തോട്ടുപുറച്ചനെ തുടരുത്, അച്ഛനെ ആക്രമിക്കരുത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നിയമപരമായി പോകാം, അല്ലെങ്കിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, അങ്ങനെയൊക്കെയല്ലേ പറയുമായിരുന്നത്. അതിന് പകരം തോട്ടുപുറം അച്ഛനെ അടിച്ച് നിലത്തിടാൻ താൻ നേതൃത്വം നൽകി. അങ്ങനെ ഈ പള്ളിയെ ഇതുപോലെ അശുദ്ധമാക്കി ഒരു പരുവമാക്കി തീർത്തു. അതൊക്കെ ചെയ്തത് താനാണ്. സത്യത്തിൽ തന്നെയൊക്കെ വെട്ടി നുറുക്കി വാഴച്ചോട്ടും വളമായി ഇടുകയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ സങ്കടവും രോഷവും ഒക്കെ ആ നേരത്തെ കോപം കൊണ്ടും പറഞ്ഞു പോയതാണ്. അതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിനെതിരെയും ജെറിനച്ചൻ വധശ്രമത്തിന് കേസ് കൊടുത്തിരിക്കുന്നു. എന്താണ് ഇടവകക്കാർ ചെയ്ത തെറ്റ്? സഭ കൽപ്പിച്ച് നൽകിയ കുർബാന തങ്ങൾക്ക് വേണമെന്ന്, അത് തങ്ങളുടെ അവകാശമാണ്, തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് മാത്രമാണ്. പിന്നെ തോട്ടുപുറമച്ചനെ തടയാനായിട്ട് ശ്രമിച്ചു. അതിനാണ് ജെറിനച്ചനെ കൊല്ലാനായി ശ്രമിച്ചുവെന്നും കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നും പറഞ്ഞ് കേസിന് പോയിരിക്കുന്നത്. ഈ ഫാദർ ജെറിനും വിമതരും ചെയ്തുകൊണ്ടേയിരിക്കുന്ന തെറ്റുകൾ വളരെയധികമാണ്. ഞാനൊരു 4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും അനുസരിക്കാതെ വിമതര് ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. സഭ നിയമാനുസൃതമല്ല എന്ന് പ്രഖ്യാപിച്ച കുർബാന, അതായത് കുർബാനയുടെ രൂപമുണ്ട്, ഉള്ളടക്കമുണ്ട്, രൂപമുണ്ട്. ഉള്ളടക്കത്തിൽ തെറ്റ് വന്നാൽ കുർബാന അസാധുവാകും. രൂപം, അതിൻ്റെ ഫോമിൽ തെറ്റ് വന്നാൽ ഇല്ലിസിറ്റ് ആകും. അപ്പോൾ സഭ കൽപ്പിച്ച് നൽകിയ ഫോമിലല്ലാതെ കുർബാന അർപ്പിക്കുന്നു, ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും അനുസരിക്കാതെ വിമതര് ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് സഭ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ച് കുർബാന അർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പാപത്തിൽ തുടരുന്നു. പാപത്തിൽ തുടരാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാധികാരികൾ അനുവാദം കൊടുക്കുന്നു. വിമതര് പാപത്തിൽ തുടരുന്നു. പാപത്തിൽ തുടരാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാധികാരികൾ
അനുവാദം കൊടുക്കുന്നു. ഇതിനേക്കാൾ നികൃഷ്ടമായ ഒരവസ്ഥ നരകത്തിൽ പോലും ഉണ്ടാകില്ല. 2, വിമതര് എല്ലാ ഇടവകളിലും വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വിഭാഗീയത, അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുക. അങ്ങനെ സഭാധികാരികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. സഭ വിഭജിക്കപ്പെടും, സ്വതന്ത്ര സഭയുണ്ടാകും, നെടുകെ പിളരും, ഓർത്തഡോക്സ് യാക്കോബൈ സഭ പോലെയാകും എന്നെല്ലാം പറഞ്ഞ് ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. എന്നാൽ സത്യവിശ്വാസികൾ മുഴുവൻ കർത്താവിൻ്റെ സഭയോടും മാർപ്പാപ്പയോടൊപ്പം നിലകൊള്ളുന്നു. സത്യവിശ്വാസികളുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വം മടിച്ചു നിൽക്കുന്നു. സത്യവിശ്വാസികൾ കർത്താവിൻ്റെ സഭയോടും മാർപ്പാപ്പയോടൊപ്പം നിലകൊള്ളുന്നു. സത്യവിശ്വാസികളുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വം മടിച്ചു നിൽക്കുന്നു. പകരം സഭാ നേതൃത്വം വിമത വൈദികർക്ക് ഓശാന പാടുന്നു. 3, സഭ കൽപ്പിച്ച് നൽകിയ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അത് പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ ആൾക്കാരിൽ വെച്ച് തന്നെ ആക്രമിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നത് ഒരു വൈദികൻ. അദ്ദേഹം കൊണ്ടുവന്ന ഗുണ്ടകൾ ബലിവസ്തുക്കൾ തട്ടിത്തെറിപ്പിച്ചു, അസഭ്യവും പുലഭ്യവും എല്ലാം പറഞ്ഞു. എന്നിട്ടും അവർക്കെതിരെ ശക്തമായ ഒരു നടപടികളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാധികാരികൾ എടുത്തിട്ടില്ല. 4, ഏറ്റവും ചങ്ക് പിളർക്കുന്ന സംഗതി 4-മത്തെയാണ്. ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ മഹാപാപത്തെ എറണാകുളം അങ്കമാലി അതിരൂപയുടെ സഭാധികാരികൾ വളരെ ലാഘവത്തോടെ കാണുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാധികാരികൾക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് ആളുകൾ സംശയിക്കുന്നു. അതിനേക്കാളേറെ സഭാ നേതൃത്വം, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാ നേതൃത്വം ജെറിനച്ചനെ നീതിവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം വിശുദ്ധനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന സീറോ മലബാർ സഭ എന്ന സുറിയാനി സഭയുടെ കൂടെ നിൽക്കുന്ന സത്യവിശ്വാസികളുടെ നെഞ്ചിലൂടെ ഒരു വാള് കയറിയിറങ്ങുന്നു. സത്യവിശ്വാസികളുടെ നെഞ്ചിലൂടെ ഒരു വാള് കയറിയിറങ്ങുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.